ഇന്ന് വിഷുവായിട്ട് രാവിലെ ഞാൻ കണി കാണാനായിട്ട് പോകാണ് കേട്ടോ. എങ്ങോട്ടാണ് പോകണമെന്നറിയോ? ഇവിടെ എറണാകുളത്ത് രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുളിച്ചിട്ട് മുടിയൊക്കെ ബ്ലോ ഡ്രൈ ചെയ്യുവാണ്. പിന്നെ നമുക്കറിയാമല്ലോ, ഈ ഒരു ക്ലൈമറ്റിൽ ബ്ലോ ഡ്രൈ ഒന്നും ചെയ്യാണ്ട് നനഞ്ഞ തലമുടി അങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാണാൻ ഇത്തിരി വൃത്തി വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ മുടി ഉണക്കി, പൊട്ടുകുത്തി, കമ്മലിട്ടു, വളയിട്ടു, മോതിരം ഇട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, ദേ ഇപ്പോൾ ഷോളും ഇട്ടു. സെറ്റും മുണ്ടൊക്കെ ഉടുത്ത് തലയിൽ ഇത്തിരി പൂവൊക്കെ വെച്ച് നല്ല നാടൻ മലയാളി മങ്കയായിട്ട് പോകണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഡ്യൂട്സ്. പക്ഷേ ഈ ചൂടത്ത് എനിക്ക് വയ്യ. ദേ ഇതാണ് ഞാൻ പോകുന്ന കോലം കേട്ടോ. എങ്ങനെയുണ്ട്? പിന്നെ എൻ്റെ കാലൊക്കെ എടുക്കുന്ന ചെരുപ്പ് കണ്ടിട്ട് അയ്യേ ഇതെന്താ ബാത്റൂമിൽ ഇട്ടുകൊണ്ട് പോകുന്നതാണോ എന്നൊന്നും ചോദിക്കണ്ട. ഇത് സിൽക്കോണിൻ്റെ ആണ്. അമ്പലത്തിൽ പോകുമ്പം ഇതൊക്കെയല്ലേ നല്ലത്. അങ്ങനെ ഞാൻ ഊബർ ഓട്ടോ എടുത്തു. അവരാണെങ്കിൽ എന്നെക്കാട്ടിലും മുടിയുണ്ടോ. ഞാൻ മുടിയൊക്കെ പതുക്കെ അങ്ങ് ക്ലിപ്പ് ചെയ്ത് വെച്ചു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അമ്പലത്തിനകത്ത് കയറുമ്പോൾ മുടി ഫ്ലൈ ചെയ്ത് വിടാൻ പറ്റത്തില്ലല്ലോ. ഞാൻ മാത്രമല്ല കേട്ടോ, കണ്ണനെ കാണാൻ, ശ്രീകൃഷ്ണസ്വാമിയെ കാണാൻ വിഷുവായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ദേ ഈ കാണുന്ന വണ്ടികളും ഈ നടന്നു പോകുന്ന ആൾക്കാരെ കണ്ടോ? അമ്പലത്തിന് മുന്നിൽ നല്ല തിരക്കുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ക്ഷേത്ര നടയിലെത്തി. ഇപ്പോൾ സമയം 8:30 ആണ്. വിഷുവായിട്ട് രാവിലെ ക്ഷേത്രത്തിലൊക്കെ വരണമെന്ന് വിചാരിച്ചാണ്, അതായത് ഒരു 6:30 അതിന് വേണ്ടിയിട്ട് 5:30 അലാം വെച്ചിട്ട് 6:30 ഉറക്കം വേണ്ടിയിട്ട് ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ 8:30 ഇവിടെ എത്തിയത്. ക്ഷേത്രത്തിനകത്തേക്ക് കടന്നപ്പോൾ തന്നെ നീണ്ട ഒരു ക്യൂ ഉണ്ട് കേട്ടോ. അതായത് ഇന്ന് പ്രത്യേക ദിവസമാണല്ലോ. കണ്ണനെ കാണാൻ ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടോ? അതേ കണ്ടില്ലേ, നീണ്ട 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 ക്യൂ ആണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം പോകുന്നത് ഈ വഴിപാട് കൗണ്ടറിലേക്കാണ്. അതായത് എനിക്കൊരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തണം. ദേ ഇത് മാത്രമല്ല, ഇനി ഒരു തുളസിമാല വേണം. അത് ക്ഷേത്രത്തിനകത്ത് കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അതിൻ്റെ കൂടെ 1 രൂപ കോയിൻ. കണ്ണനുള്ള കൈനീട്ടമാണേ. അപ്പോൾ എനിക്കാരും തരും? എനിക്കാരും തന്നില്ല. അങ്ങനെ തുളസിമാലയും അർപ്പിച്ചു, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നടത്തി. ഇതേ പ്രസാദവുമായിട്ട് തിരിച്ചിറങ്ങിയപ്പോഴും ഇവിടെ ക്യൂ നീണ്ടു വരുവാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ പ്രസാദത്തിനകത്ത് ഒരു ചെറിയ കദളിപ്പഴം, അവല്, അതേപോലെ പഞ്ചസാര, പിന്നെ താമരപ്പൂ, തുളസിയില, അതേപോലെ ചന്ദനം, ഇത്രയും ഉണ്ട് കേട്ടോ. ഞാനിതിനകത്തുനിന്ന് അവിടെ വെച്ച് തന്നെ കുറച്ച് അവലൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോഴാണ് മനസ്സിലായി ഇതിനകത്ത് പഞ്ചസാരയൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഒരു താമരപ്പൂവിൻ്റെ ഇതിലെടുത്ത് തലയിൽ ചൂടി, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഭദ്രമായി പൊതിഞ്ഞ് ബാഗിനകത്തും വെച്ചു. ദേ നിങ്ങൾ മുകളിലേക്ക് നോക്കേ, പ്രാവിൻകൂട്ടം ഇരിക്കുന്നുണ്ടോ? എന്തൊരു ചിറകടി സൗണ്ടാണെന്നറിയോ? ആരും അവിടെ നിന്ന് അതിന് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നായിട്ട് പ്രാവ് ഇറങ്ങി വന്നു, കൂട്ടമായിട്ട് വരാൻ തുടങ്ങി. കൂട്ടമായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആരെങ്കിലും ഇതിനൊന്ന് മുകളിലേക്ക് പറത്തി വിട്ടിരുന്നെങ്കിലെന്ന്. ദേ നോക്കേ, എന്ത് രസമുണ്ടല്ലേ. അങ്ങനെ ഞാൻ ആ കാഴ്ചയെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ എനിക്ക് തോന്നി ഈ ക്ഷേത്രവും ആ പ്രാവിനെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കി എന്നെയും കൂടെ ആരെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്ത് തന്നിരുന്നെങ്കിലെന്ന്. ദേ നോക്ക്, നമ്മളിപ്പോൾ എവിടെ ചെന്നാലും മൊബൈലായിട്ടും ഡിജിറ്റൽ ക്യാമറയൊക്കെ ആയിട്ട് സിംഗിളായിട്ടും ഗ്രൂപ്പായിട്ടൊക്കെ ഒരുപാട് പേര് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. അങ്ങനെ ഒരു ഗ്രൂപ്പിനെ ഞാനിവിടെ കണ്ടു. അതിനകത്തുനിന്ന് ഒരാളാണ് എനിക്കിത് ഷൂട്ട് ചെയ്ത് തന്നത്. എനിവേ താങ്ക് യു സോ മച്ച് ബ്രോ. അങ്ങനെ ക്ഷേത്രത്തിനൊരു വലം വെച്ച് വന്നു. നാഗദൈവങ്ങളെ തൊഴുതു, ഗണപതിയെയും ശാസ്താവിനെയും ഭഗവതിയെയും തൊഴുതു. ശേഷം ദേ ഈ ആൽമര ചോട്ടിലേക്ക് വന്നു കേട്ടോ. ആൽമരത്തിനും ഒരു 3 വലം വെച്ചു. അതിമനോഹരമായൊരു കണിയായിരുന്നു ഞാൻ ക്ഷേത്രത്തിൽ നിന്നും കണ്ടത് കേട്ടോ. അതേപോലെ ശ്രീകൃഷ്ണസ്വാമിയെ മനോഹരമായിട്ട് കാണാൻ പറ്റി. ഈ ഒരു വർഷം ഇതിൻ്റെ ഈ കാഴ്ചയുടെ ഒരു മനോഹാരിത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷേത്രമുറ്റത്തു നിന്നും നമുക്ക് തിരിച്ചു പോയാലോ? അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഒരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവരുടെയും ജീവിതം വരും വർഷം ഒരു നിറഞ്ഞ വിഷുക്കണിയാവട്ടെ.